നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർഷം 2000 ന്യൂയോർക്ക് ബേസ്ഡ് ഫോം ചെയ്തിട്ടുള്ള ഒരു പ്രൊപ്രൈറ്ററി ഫേമിനെ കുറിച്ചിട്ടാണ്. അവരുടെ പേര് ജാനസ് സ്ട്രീറ്റ് ക്യാപിറ്റൽ. എന്താണ് പ്രൊപ്രൈറ്ററി ഫേം അഥവാ പ്രോപ്പ് ഫേംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവര് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ഷെയർസ്, ഡിബഞ്ചർ, ബോണ്ട്, കറൻസി ഇവയിലൊക്കെ ട്രേഡ് നടത്തുകയും അതുമൂലം വൻ ലാഭം കൊള്ളുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഫേംസിനെയാണ് പ്രൊപ്രൈറ്ററി ഫേംസ് അഥവാ പ്രോപ്പ് ഫേംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജാനസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു വലിയ കമ്പനിയിൽ ഏകദേശം 3000-ലധികം എംപ്ലോയീസ് നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ NIT, IIT പോലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും ഈ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടിയിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ പ്ലേസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതാണ് ജാനസ് സ്ട്രീറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന വലിയൊരു കമ്പനി. ഇവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകൾ നമ്മുടെ ന്യൂയോർക്ക്, ഹോങ്കോങ്, ലണ്ടൻ, ചിക്കാഗോ, ആംസ്റ്റർഡാം, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 45ഓളം രാജ്യങ്ങളിലായിട്ട് 200-ൽ പരം അസറ്റ് ക്ലാസുകളിൽ ഈ ഒരു കമ്പനിക്ക് നിലവിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ജാനസ് സ്ട്രീറ്റ് ക്യാപിറ്റൽ എന്ന ഈ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നമുക്കറിയും ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ വാച്ച് ഡോഗാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം. അവര് കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി ഈ ഒരു കമ്പനിയെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ബാൻ ചെയ്തു. സെബിയുടെ 105 പേജ് വരുന്ന ഇന്ററിം ഓർഡർ പ്രകാരം ജാനസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റില് മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്തി എന്നതാണ് അവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം. എസ്പെഷ്യലി ഇന്ത്യൻ ഡെറിവേറ്റീവ് ഇൻഡെക്സുകളിൽ. ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പെർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിൽ ഇവർ വലിയ അളവിൽ മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്തി എന്നുള്ളതാണ് ഇവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. എന്താണ് ഇവർ ചെയ്തത്? ഈ കഥയിലോട്ടാണ് ഇനി നമ്മുടെ വീഡിയോ പോകുന്നത്. മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്നത് നിലവിലെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേഷൻസിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. ജാനസ് സ്ട്രീറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു വലിയ കമ്പനി ഇത് ഇന്ത്യയിൽ നടപ്പാക്കിയത് ഒരു രീതി എന്ന് പറയുന്നത് പമ്പ് ആൻഡ് ഡംപ് സ്കീം നടപ്പാക്കുന്നതിലൂടെയാണ്. എന്താണ് പമ്പ് ആൻഡ് ഡംപ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ഏതെങ്കിലും ഒരു സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും വലിയ അളവിലോട്ട് ഒരു സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു ഷെയറിൽ നമ്മൾ വലിയ അളവിൽ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനൊരു ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് മാർക്കറ്റിലോട്ട് ക്രിയേറ്റ് ചെയ്യുകയും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ലെവലിലോട്ട് എത്തുമ്പോൾ നമ്മൾ ബൈ ചെയ്തിട്ടുള്ള മുഴുവൻ ഷെയർസും മൊത്തമായിട്ട് വിൽക്കുന്ന ആ ഒരു രീതിനെയാണ് പമ്പ് ആൻഡ് ഡംപ് സ്കീം എന്ന് പറയുന്നത്. അഥവാ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഇതിൽ നടക്കുന്ന കാരണം തന്നെ ഇതിൽ റീറ്റെയിലേഴ്സ് ഒരുപാട് പേര് പെട്ടുപോകും. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിൽ വലിയ എമൗണ്ടിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഷെയർസ് മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കൂട്ടുമ്പോൾ അതിന്റെ പ്രൈസ് കൂടുകയും സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇത് യഥാർത്ഥ പ്രൈസ് ഹൈക്കാണെന്ന് വിചാരിച്ച് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വാങ്ങിച്ച ഷെയർസ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പമ്പ് ആൻഡ് ഡംപ് സ്കീം ഉദ്ദേശിച്ചുകൊണ്ട് വാങ്ങിച്ച ഈ ഷെയർസ് അവരവരുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുകയും ഇതിലൂടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇവരെ കണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വലിയൊരു എമൗണ്ട് നഷ്ടമാവുകയും ചെയ്യും. ഈ സ്കീമാണ് പമ്പ് ആൻഡ് ഡംപ് സ്കീം. ഇവർ നടപ്പാക്കിയ ഒരു രീതി പമ്പ് ആൻഡ് ഡംപ് സ്കീമാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിനു വേണ്ടി ഇവർ സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇൻട്രാഡേ ഇൻഡെക്സ് മാനിപ്പുലേഷൻ, അഥവാ ഇന്ത്യയിലെ ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്തു. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകൾ ഏതൊക്കെയാ? നമ്മുടെ പ്രധാനപ്പെട്ട ബാങ്കുകളായിട്ടുള്ള HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, അതേപോലെ തന്നെ പഞ്ചാബ് നാഷണലൈസ്ഡ് ബാങ്ക്, SBI പോലുള്ള ബാങ്കുകളുടെ സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ക്യാഷ് മാർക്കറ്റിൽ ഇത്തരം സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യുകയും എന്നാൽ അതേ സമയത്ത് ഇതിന്റെ കോൾ ഓപ്ഷൻ സെൽ ചെയ്യുകയും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഒരു റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ് മാർക്കറ്റിൽ ഇവർ ഈ ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഷെയർസിന്റെ പ്രൈസ് ആർട്ടിഫിഷ്യൽ ആയിട്ട് മാർക്കറ്റിൽ കൂടി വരും.
അതായത് ഇവർ വലിയൊരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ബാങ്കിങ് ഷെയർസിന്റെ സ്റ്റോക്ക് പ്രൈസ് കൂടി വരുന്നതായിട്ട് കാണാം. കൂടി വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സുകളും ഇതിന്റെ കൂടെ, ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇൻഡിക്കേറ്റർ ആണ്. ബാങ്കിങ് സ്റ്റോക്കുകളുടെ വില ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് സൂചിപ്പിക്കുന്ന ഇൻഡെക്സുകളാണ് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സുകൾ. അപ്പോൾ ഈ ഇൻഡെക്സിന്റെ പ്രൈസ്, ഇൻഡെക്സ് വാല്യൂ ശരിക്ക് അതിൽ കോൺസ്റ്റിറ്റ്യൂന്റ് ചെയ്തിട്ടുള്ള ബാങ്കുകളുടെ ഷെയർ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്, നമുക്കറിയാതെ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ ബാങ്കിങ് ഷെയർസ് വാങ്ങുന്നതിലൂടെ ഇതിന്റെ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിനെയും വലിയൊരു നെക്സ്റ്റ് ലെവലിലോട്ട് ഉയർത്താൻ ഇവരെ കൊണ്ട് സാധിച്ചു. അതേ സമയം തന്നെ ക്യാഷ് മാർക്കറ്റിൽ ഇവര് ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് പർച്ചേസ് ചെയ്ത സമയത്ത് തന്നെ ഓപ്ഷൻ മാർക്കറ്റിൽ ഇവര് കോൾ ഓപ്ഷൻ സെൽ ചെയ്യുകയും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും ചെയ്തു. അഥവാ നേരെ ഓപ്പോസിറ്റ്, ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്യുമ്പോൾ ഇവര് ഫ്യൂച്ചർ മാർക്കറ്റിൽ പോയിട്ട് അതല്ലെങ്കിൽ ഓപ്ഷൻ മാർക്കറ്റിൽ പോയിട്ട് ഇവർ ചെയ്തിട്ടുള്ളത്, ഇതിന് സെല്ല് ചെയ്യുന്ന സമയത്ത് ലാഭം ഉണ്ടാക്കാനുള്ള 2 അഗ്രിമെന്റ്, അഥവാ വില കുറയുന്ന സമയത്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 അഗ്രിമെന്റിൽ ഏർപ്പെട്ടു. അഥവാ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് കുറച്ച് ഇവർ ഉദ്ദേശിച്ച ഒരു പ്രൈസ് ലെവലിലോട്ട് ഇത് എത്തിയ സമയത്ത്, ഈ ഇൻഡെക്സ് എത്തിയ സമയത്ത് ഇവരുടെ കയ്യിലുള്ള മുഴുവൻ ഷെയർസ് എന്ത് ചെയ്തു, അങ്ങ് സെല്ല് ചെയ്തു. സെല്ല് ചെയ്തതോടുകൂടി ഇവർ ഉദ്ദേശിച്ച പ്രകാരം ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് താഴോട്ട് പോയി. അതേ സമയത്ത് ഇവർക്ക് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിന്റെ മുകളിൽ ഒരു കോൾ ഓപ്ഷൻ ഇവർ സെല്ല് ചെയ്തിട്ടുണ്ട്, ഒരു പുട്ട് ഓപ്ഷൻ ഇവർ ബൈ ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് താഴെ പോവുകയാണെങ്കിൽ ഇവരുടെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും പ്രോഫിറ്റിലാണ്. എന്നാൽ അതേ സമയത്ത് ഇവർക്ക് ക്യാഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഷെയർസിൽ നഷ്ടമുണ്ട്. എങ്കിലും ഈ വലിയൊരു എമൗണ്ട് ട്രേഡിങ് നടക്കുന്നത് നമുക്കറിയാം ഓപ്ഷൻ സെഗ്മെന്റിലാണ്. വലിയൊരു എമൗണ്ട് ഓപ്ഷൻ ഫ്യൂച്ചർ FNO സെഗ്മെന്റിലാണ് വലിയൊരു എമൗണ്ടിൽ ട്രേഡിങ് നടക്കുന്നത്. അപ്പൊ ഇവര് ക്യാഷ് മാർക്കറ്റില് ഒരു ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് പമ്പ് ചെയ്യിക്കുകയും, അതായത് അമിതമായ ഇൻവെസ്റ്റ്മെന്റ് ആ മേഖലയിലോട്ട് നടത്തി ബാങ്ക് നിഫ്റ്റിയെ ഒരു ലെവലിലോട്ട് എത്തിക്കുകയും ദെൻ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ ബാങ്ക് നിഫ്റ്റി ഇവരുടെ കയ്യിലുള്ള ഷെയർസ് എല്ലാം വിറ്റ് ബാങ്ക് നിഫ്റ്റി താഴോട്ട് വന്നപ്പോൾ ഇവർ നേരത്തെ വില കുറയുന്ന സമയത്ത്, ഇൻഡെക്സ് കുറയുന്ന സമയത്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് കോൾ ഓപ്ഷൻ സെൽ ചെയ്തതും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുള്ളതും. ഈ കോൺട്രാക്റ്റുകൾ വലിയൊരു അളവിലോട്ട് എന്ത് ചെയ്തു, പ്രോഫിറ്റിലോട്ട് പോവുകയും ചെയ്തു. ജാനുവരി 17, 2024 എന്ന് പറയുന്ന ദിവസം, ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഒരൊറ്റ സ്ട്രാറ്റജിയിലൂടെ ജാന സ്ട്രീറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ന്യൂയോർക്ക് ബേസ്ഡ് കമ്പനി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് നേടിയെടുത്തത് 734 കോടിയുടെ ലാഭമാണ്. എന്റെ പ്രേക്ഷകർക്ക് ഇപ്പൊ തോന്നുന്ന സംശയം, ഒരു ന്യൂയോർക്ക് ബേസ്ഡ് കമ്പനി എങ്ങനെയാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഇടപെടുന്നത്? നമുക്കറിയാം, ഒരു ന്യൂയോർക്ക് ബേസ്ഡ് കമ്പനിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ഒരു കമ്പനിക്കോ ഇന്ത്യൻ അഥവാ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിലൂടെ വരുന്ന ഒരു കമ്പനിക്ക് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡിംഗ് പ്രൊഹിബിറ്റഡ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ജാന സ്ട്രീറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനി ഈ ഒരു റെസ്ട്രിക്ഷൻസ് മറികടന്നത്? അവർ മറികടന്നത് JSI ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന കമ്പനി, JSI2 ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന കമ്പനി ഒരു ഡൊമസ്റ്റിക് എൻറ്റിറ്റി ഇന്ത്യയിലുണ്ട്. ഇവരിലൂടെയാണ് ഇവര് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്ത് ചെയ്തത്, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അവരെടുത്തിട്ടുള്ള മറ്റൊരു നടപടി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് മാർക്കിംഗ് ദ ക്ലോസ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് ഇവർ സ്വീകരിച്ച രണ്ടാമത്തെ അപ്രോച്ച്. ഇവരൊരു വലിയ കമ്പനിയാണ്. ഇവർ ഒരുപാട് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ, വലിയ സൈസിലുള്ള ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി ക്ലോസിംഗ് പ്രൈസ് മാനിപ്പുലേഷൻ നടത്തി, അഥവാ എക്സ്പയറി ഡേയിൽ സ്റ്റോക്ക് ഇൻഡെക്സ് പ്രൈസ് ലെവലില് ക്ലോസിംഗ് പ്രൈസ് മാനിപ്പുലേഷനിലും ഇവർ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് ഇവര് നടത്തിയിട്ടുള്ള മറ്റൊരു സമീപനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സ്റ്റോക്കിന്റെ ക്ലോസിംഗ് പ്രൈസ് തീരുമാനിക്കുന്നത് അതിന്റെ ലാസ്റ്റ് 30 മിനിറ്റിലെ വെയിറ്റഡ് ആവറേജ് പ്രൈസ് ആണ്. അതല്ലാതെ ആ ഷെയർ ലാസ്റ്റത്തെ മിനിറ്റിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രൈസ് അല്ല. അതിന്റെ ലാസ്റ്റത്തെ 30 മിനിറ്റിലെ വെയിറ്റഡ് ആവറേജ് പ്രൈസിനെയാണ് നമ്മൾ ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ലാസ്റ്റ് 30 മിനിറ്റിൽ ഏതെങ്കിലും ഒരു ഷെയർ വലിയ അളവിൽ ബൈ ചെയ്യുകയോ വലിയ അളവിൽ ഹ്യൂജ് എമൗണ്ടിൽ സെല് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ക്ലോസിംഗ് പ്രൈസിനെ ബാധിക്കും. ഇവരുടെ പൊസിഷൻസ്, ഓപ്ഷൻ പൊസിഷൻസ് ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ട്
ഇവര് ഇത്തരത്തിൽ ബൈ ചെയ്യുകയും സെൽ ചെയ്യുകയും ഇൻഡെക്സ് പ്രൈസ് ലെവൽ മാനിപ്പുലേഷൻ നടത്തുകയും ചെയ്തു. സെബിയുടെ തന്നെ ഒബ്സർവേഷൻ പ്രകാരം കുറഞ്ഞത് 21 പ്രാവശ്യമെങ്കിലും ഈ ഒരു കമ്പനി ഈ ഒരു മാനിപ്പുലേഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നാണ് സെബിയുടെ കണക്ക്. 2023 ജാനുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 43,289 കോടി രൂപയുടെ ലാഭം ഈ ഒരു കമ്പനി അഥവാ ജാന സ്ട്രീറ്റ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ. എന്നാൽ ഈ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തന്നെ ഇവർക്ക് ഏകദേശം 7,687 കോടി രൂപയുടെ നഷ്ടവും വന്നിട്ടുണ്ട്. എന്നാലും നഷ്ടത്തെക്കാൾ എത്രയോ മടങ്ങാണ് ഈ കമ്പനി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, FNO മാർക്കറ്റ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സീറോ സം ഗെയിം ആണ്. സീറോ സം ഗെയിം എന്ന് പറയുമ്പോൾ ആ മാർക്കറ്റിൽ ഒരു വ്യക്തി ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വ്യക്തിയുടെ നഷ്ടത്തിന് തുല്യമായിരിക്കും. അഥവാ ഒരാളുടെ നഷ്ടമാണ് മറ്റൊരാളുടെ ലാഭത്തിന് ഈക്വൽ ആവുന്നത്. അവർ ഏകദേശം 43,000 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ലാഭം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്റെ 43,000 കോടി രൂപ നഷ്ടമായി എന്നുള്ളതാണ്. ലാഭം ഉണ്ടാക്കിയ 43,000 കോടിയും അതേപോലെ തന്നെ 7,000 കോടി രൂപ അവർക്ക് നഷ്ടം വന്നു എന്ന് പറയുകയാണെങ്കിലും ഏകദേശം 36,000 കോടി രൂപ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും ഒരു വിദേശ കമ്പനി മാർക്കറ്റ് മാനിപ്പുലേഷനിലൂടെ കൊണ്ടുപോയി നമ്മുടെ നാട്ടിൽ നിന്ന് എന്നുള്ളതാണ് ഇവരുടെ സ്കാം എന്ന് പറയുന്നത്. അതിന്റെ ഡെപ്ത് അത്രയാണ്. എന്നാൽ ഈ ഒരു കമ്പനി ഈ ഒരു സെബിയുടെ ആരോപണത്തെ എതിർത്ത് നിൽക്കുന്നത് ബേസിക് ഇൻഡെക്സ് ആർബിട്രേജ് ആണ് അവർ നടത്തിയത് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. അഥവാ ബേസിക് ഇൻഡെക്സ് ആർബിട്രേജ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതിലൂടെയാണ് ഞങ്ങൾ ലാഭം ഇത്ര ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം, മുൻപ് 2 or 3 പ്രാവശ്യം ഈ കമ്പനിക്ക് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നോട്ടീസും വാർണിംഗും കിട്ടിയിട്ടുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ അതൊന്നും അവർക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം എന്താ, അവരൊരു വലിയ ബിസിനസ്സാണ്. ഏകദേശം ഞാൻ പറഞ്ഞു 200-ൽ പരം അസറ്റ് ക്ലാസുകളും അതേപോലെ തന്നെ 45 കൺട്രീസിലും ഇവരുടെ ബിസിനസ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മെച്ചുറായി വരുന്ന മാർക്കറ്റേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ ഈ ഒരു കമ്പനി സെബിയുടെ ഈ ഒരു വാർണിങ്ങിന് അതേപോലെ തന്നെ ഈ ഒരു വിസിലിന് അവർ റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാന സ്ട്രീറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനിക്ക് 21 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പാർട്ട് ഹിയർ ചെയ്യാനും ഈ ഒരു കേസിൽ അവരുടെ ഭാഗം ന്യായീകരിക്കാനും സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിൽ ഇവർക്ക് അപ്പീൽ പോവാനും 21 ദിവസത്തെ സമയം ഇപ്പൊ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. സെബിയുടെ ആരോപണ പ്രകാരം ഈ ഒരു കമ്പനി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും അൺലോഫുൾ ആയിക്കൊണ്ട് 4,843 കോടി രൂപ അവർ ഗെയിൻ ചെയ്തു എന്നതാണ് സെബി ഇന്ന് ആരോപിക്കുന്നത്. എന്റെ ശ്രോതാക്കൾക്ക് ഇനി തോന്നേണ്ട സംശയം, എങ്ങനെയാണ് ഈ ഒരു കമ്പനി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തത്? ഇവരൊരു ക്വാണ്ട് ട്രേഡിംഗ് ഫേം ആണ്. ക്വാണ്ട് ട്രേഡിംഗ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ടാണ് ചില പൊസിഷൻസ് ബൈങ് പൊസിഷൻസും സെല്ലിംഗ് പൊസിഷനിലോട്ടൊക്കെ എൻ്റർ ചെയ്യുന്നത്. എന്നാൽ ഇവര് മാത്തമാറ്റിക്കൽ മോഡൽസ് ഡെവലപ്പ് ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ NIT IIT പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഇവര് ഏറ്റവും നല്ല ഇന്റലക്ച്വൽ പേഴ്സണാലിറ്റിനെ, ഏറ്റവും കഴിവുള്ള വ്യക്തികളെ സ്വന്തം സ്ഥാപനത്തിലോട്ട് അവർ എത്ര രൂപ കൊടുത്തിട്ടും ഹയർ ചെയ്യുന്ന കമ്പനി. ഇവര് ഒരു സ്റ്റോക്കിന് ഇവാലുവേറ്റ് ചെയ്യുന്നത് വെറും ടെക്നിക്കൽ അനാലിസിസിലൂടെ മാത്രമല്ല, ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്യുന്നു. ആ മാത്തമാറ്റിക്കൽ മോഡലിൽ മൈക്രോ ആയിട്ടുള്ളയും മാക്രോ ആയിട്ടുള്ളയും എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു ചാർട്ടോ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയോ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നടത്തുന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ആൽഗോ ട്രേഡിങ്ങിന് വലിയ അളവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കമ്പനികൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് ഇവർ എൻജോയ് ചെയ്യുന്ന കമ്പനികളാണ് ഇവർ. അപ്പൊ നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളോടാ മാർക്കറ്റിൽ.
അഥവാ നമുക്കറിയാൻ കഴിയില്ല മാർക്കറ്റിൽ ഒരു ഷെയറിന്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സെബി ഇത്തരത്തിലുള്ള ബാനുകൾ കൊണ്ടുവരുന്നതും അവർക്കെതിരെ നടപടികൾ എടുക്കുന്നതും. ഹ്രസ്വകാല കാലയളവില് ചിലപ്പോ മാർക്കറ്റിനെ ഇതൊരു നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അറൌണ്ട് 3 to 4% മാനേജ് ചെയ്യുന്നത്, അതായത് ഇൻവെസ്റ്റ്മെന്റ് കൈവശം വെക്കുന്നത് ജാന സ്ട്രീറ്റ് പോലുള്ള ഈ കമ്പനിയാണ്. അപ്പോ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. മാർക്കറ്റ് ഇതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, മാർക്കറ്റിലെ ഷെയർസ് അതല്ലെങ്കിൽ മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി ഇതിനെങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു.